بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، عن أبي سعيد رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: إذا جاء أحدكم المسجد فلينظر، فإن رأى في نعليه أذى أو قدرا فليمسحه وليصلي فيهما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു: ഇദാ ജാഅ അഹദുകുമുൽ മസ്ജിദ്, നിങ്ങളിൽ ആരെങ്കിലും മസ്ജിദിലേക്ക് വന്നാൽ ഫലിയൻദുർ, അവൻ നോക്കട്ടെ. ഫഇൻ റആ ഫീ നഅലൈഹി അദൻ ഔ ഖദറൻ ഫലിയംസഹു, തന്റെ ചെരുപ്പിൽ വല്ല മോശമായ കാര്യമോ വല്ല വൃത്തികേടായ കാര്യങ്ങളോ കണ്ടാൽ ഫലിയംസഹു, അവനത് വരച്ചു കളയട്ടെ. വൽയുസല്ലി ഫീഹിമാ, എന്നിട്ട് അതിൽ തന്നെ നിസ്കരിക്കട്ടെ. അതുപോലെ وعن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: إذا وطئ أحدكم الأذى بخفيه فطهورهما التراب. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ഖുഫയുമായി, നിങ്ങളുടെ കാലിൽ ധരിക്കുന്ന ഖുഫ, ഷൂസ്, അതുമായി വല്ല അതയിലും വല്ല മോശമായ കാര്യത്തിലും ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഫതഹൂറുഹുമ തുറാബ്, അത് വൃത്തിയാക്കാൻ മണ്ണ് മതിയായതാണ്. ഈ രണ്ട് ഹദീസുകൾ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങളാണ്. ഒന്ന്, അസ്സലാത്തു ഫിന്നിആൽ വൽ ഖിഫാഫ്, ചെരുപ്പ്, ഖുഫ ഇതൊക്കെ ധരിച്ച് നിസ്കരിക്കുക എന്നതിന്റെ ഹുക്കം എന്താണ്? അത് ജായിസായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്, അവിടുത്തെ സഹാബത്ത് നിസ്കരിച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ നിസ്കരിക്കാൻ അനുവദനീയമാണ്. അല്ല, ചില സമയത്ത് അങ്ങനെ നമ്മൾ ചെയ്യണം. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചില ഹദീസുകളിൽ യഹൂദികൾക്ക് എതിരാകുന്ന പ്രവർത്തനമാണത്. കാരണം അവർ ഒരിക്കലും കാലിലൊന്നും ധരിച്ച് നിസ്കരിക്കുകയില്ല. അവിടെ അവർക്കെതിരാകാൻ അങ്ങനെ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളുടെ ചെരുപ്പ് വൃത്തിയുള്ളതാണെങ്കിൽ, അതിനടിയിൽ നജസൊന്നുമില്ലെങ്കിൽ അതിട്ട് നിസ്കരിക്കാവുന്നതാണ്. ഇനി വല്ല മോശമായ വല്ലതിലും ചവിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് ശുദ്ധിയാക്കാൻ അത് കഴുകണമെന്നില്ല, മറിച്ച് അത് മണ്ണിൽ ഉരച്ചാൽ മതിയാകുന്നതാണ്. ഇതിന് സമാനമായ ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബ വനിതകളോട് വസ്ത്രം താഴ്ത്തിയിടാൻ കൽപ്പിച്ചു, കാല് മൂടുന്ന തരത്തിൽ. അപ്പൊ സഹാബ സ്ത്രീകളിൽ ചിലർ ചോദിച്ചു: നബിയെ, ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ നജസുകൾ ഉണ്ടാവും, അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അതിനുശേഷം ശുദ്ധമായ മണ്ണുണ്ടോ നിങ്ങൾ വരുന്ന വഴിയും? ഉണ്ട്. പറഞ്ഞു: എങ്കിൽ അത് മതിയായതാണ്, അതിലൂടെ നടക്കുന്നത് തന്നെ മതിയായതാണ്. ഈ മോശമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ, വസ്ത്രത്തിന്റെ അറ്റത്ത് എന്താണുള്ളത് അത് പോകാൻ. അപ്പൊ ചില നജസുകൾ, എല്ലാ നജസുകളും വൃത്തിയാക്കേണ്ടത് ഒരുപോലെയല്ല. ചില നജസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാൻ പറഞ്ഞു? അത് പറഞ്ഞാൽ മതി, അത് ചെയ്താൽ മതി, ആ നജസ് നീങ്ങിയിരിക്കുന്നു, അതിൽ വേറെ വസ്വാസിന്റെ ആവശ്യം ഇല്ല, അതിലധികം വസ്വാസിന്റെ ആവശ്യമില്ല. അപ്പൊ ചെരുപ്പിട്ട് നിസ്കരിക്കുന്നതിന്റെ ഹുക്കുമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചെരുപ്പിട്ട് നിസ്കരിക്കുക, നമ്മൾ ചെരുപ്പ് ധരിക്കുക എന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക ഇല്ല എങ്കിൽ അത് ധരിക്കാവുന്നതാണ്. ഒരാൾക്കും തന്നെ അത് തടയാൻ അവകാശമില്ല, ഒരാൾക്കും തന്നെ അത് തടയാൻ അവകാശമില്ല. നജസില്ലെങ്കിൽ ചെരുപ്പിട്ട് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്തായ
കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കുകയും നിസ്കാരത്തിനിടയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഊരി മാറ്റുകയും ചെയ്തു. അപ്പൊ സഹാബത്ത് എല്ലാവരും അത് ഊരി മാറ്റി. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെയാണ് ഇത്തിബാ ചെയ്യുന്നത്. അപ്പൊ സ്വലാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചെരുപ്പ് ഊരിയത്? സഹാബത്ത് പറഞ്ഞു, നിങ്ങൾ ഊരുന്നത് കണ്ടിട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഊരാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഇതിട്ട് നിസ്കരിക്കാൻ വന്നപ്പോ ജിബ്രീൽ എന്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു എന്റെ ചെരുപ്പിനടിയിൽ നജസുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഊരിയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹാജത്തിനാണത് പ്രവർത്തിച്ചത്. അപ്പൊ ആ പ്രവൃത്തി എപ്പോഴാണ് സുന്നത്താവുക? നമുക്ക് അങ്ങനത്തെ ഹാജത്ത് ഉണ്ടായാൽ അപ്പോഴാണ് അതാവുക, അല്ലാത്ത സമയത്ത് അല്ല. മാത്രമല്ല അതിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫായിദ, നമ്മൾ നിസ്കാരത്തിനിടയിൽ നമുക്ക് ഓർമ്മ വന്നു നമ്മൾ വസ്ത്രത്തിൽ നജസുണ്ട്, അല്ലെ നമ്മൾ ധരിച്ച ഏതെങ്കിലും വസ്ത്രത്തിലോ ചെരുപ്പിലോ നജസ് ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? അത് നിസ്കാരം തുടരാൻ പാടില്ല, അത് ഊരണം. ഊരാൻ പറ്റിയതാണെങ്കിൽ ഊരാൻ സൗകര്യമുള്ള വസ്ത്രമാണെങ്കിൽ ഊരുക, നിസ്കാരത്തെ ബാധിക്കുകയില്ല, നിസ്കാരത്തിനൊന്നും സംഭവിക്കില്ല. അത് ഊരിയിട്ട് നിസ്കാരം തുടരുക. ഊരാൻ പറ്റാത്ത, അഴിക്കാൻ പറ്റാത്ത വസ്ത്രമാണെങ്കിൽ ഒന്നുകിൽ അത് അഴിച്ചാൽ ഔറത്ത് ഒളിവാകും, അല്ലെങ്കിൽ വസ്ത്രം ഉള്ളിലാണുള്ളത്, എനിക്കത് അഴിക്കാൻ പറ്റൂല, എങ്കിൽ നിസ്കാരം മുറിക്കണം. എന്നിട്ട് ആ വസ്ത്രം മാറ്റി വേണം നിസ്കാരം തുടരാൻ. നിസ്കാരം തസ്ബീഹ് നടത്തണം എന്ന് പറഞ്ഞാൽ അത് മുറിച്ച് തുടക്കം മുതൽ തുടങ്ങണം. ഒരാൾക്ക് നിസ്കാരത്തിന് ശേഷമാണ് അയാൾക്ക് ഓർമ്മ വന്നത്, എന്റെ വസ്ത്രത്തിൽ നജസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ശരീരത്തിൽ നജസ് ഉണ്ടായിരുന്നു എന്ന് ഒരാൾക്ക് മനസ്സിലായാൽ യാതൊരു കുഴപ്പവുമില്ല. അയാളെ നിസ്കാരം യാതൊരു നടത്തേണ്ടതില്ല, വീണ്ടും നിസ്കരിക്കേണ്ടതില്ല. ഇത് നജസിന്റെ കാര്യം. അതേസമയം ഒരാൾക്ക് ഓർമ്മ വന്ന് നിസ്കരിച്ചതിന് ശേഷം വദുഎടുക്കാണ്ട് നിസ്കരിച്ച് നിസ്കാരം മാറ്റി നിസ്കരിക്കണം. കാരണം നിസ്കാരം ബാത്തിലാണ്, തഹാറത്തില്ലാതെ നിസ്കാരം ഇല്ല, അത് ബാത്തിലാണ്. إني وعن معاوية بن الحكم رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن هذه الصلاة لا يصلح فيها شيء من كلام الناس إنما هي التسبيح والتكبير وقراءة القرآن. معاوية بن الحكم رضي الله عنه, معاوية بن أبي سفيان لا, معاوية بن الحكم, ഈ സഹാബി മുസ്ലിമായിട്ട് അധിക കാലം ആകും മുമ്പേ സഹാബത്തിന്റെ കൂടെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഒരാൾ തുമ്മി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു യർഹമുക്കല്ലാഹ്, അപ്പൊ സഹാബത്ത് എല്ലാവരും ഇദ്ദേഹത്തെ എതിർക്കുന്ന രൂപത്തിൽ പെരുമാറിയപ്പോൾ, സൂചന ഉണ്ടായപ്പോൾ അദ്ദേഹം പിന്നെയും സംസാരിച്ചു നിസ്കാരത്തിൽ. ഞാൻ ചെയ്തത് ശരിയാണല്ലോ എന്നുള്ള രൂപത്തിൽ പിന്നെയും സംസാരിച്ചു. ഇത് കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ സഹാബിക്ക്. സഹാബത്തെല്ലാവരും കുറെ ആളുകൾ രൂക്ഷമായി തിരുത്താൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബി തന്നെ പറയുന്നു, വമാ ശതമനി, നബി എന്നെ ചീത്ത പറഞ്ഞില്ല, നബി എന്നെ രൂക്ഷമായി പെരുമാറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരു നല്ല മുഅല്ലിമിനെ, അധ്യാപകനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കാണ് ഇന്ന ഹാദിഹി സ്വലാത, ഇതാ ഈ സ്വലാഹ്, ഈ നിസ്കാരം ലാ യസ്ലുഹു ഫീഹാ, ഇതിൽ ശരിയാവുകയില്ല, ശൈഉം മിൻ കലാമിൻ നാസ്, ജനങ്ങളുടെ സംസാരങ്ങളിൽപ്പെട്ട ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ സംസാരങ്ങളൊന്നും ഇതിൽ പാടില്ല. ഇന്നമാ ഹിയ തസ്ബീഹ് വത്തക്ബീർ വഖിറാഅത്തുൽ ഖുർആൻ, ഈ നിസ്കാരത്തിൽ എന്തേ പാടുള്ളൂ, ഇതിൽ എന്തേ പാടുള്ളൂ, അത്തസ്ബീഹ് വത്തക്ബീർ,
ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുക, തസ്ബീഹ്, തക്ബീർ. അതുപോലെ നമുക്കറിയുന്ന കാര്യമാണ് ദുആ, നിസ്കാരത്തിലുള്ളതാണ്. ഹംദ് നിസ്കാരത്തിലുള്ളതാണ്. ഇതല്ലാതെ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല. ഒരാൾ നിസ്കാരത്തിൽ സംസാരിച്ചാൽ അയാളുടെ നിസ്കാരം മുറിഞ്ഞു പോകുന്നതാണ്, ഒരാളുടെ നിസ്കാരം ബാത്തിലായി പോകുന്നതാണ്. അറിയാതെ ചെയ്താലല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്താൽ. ഇവർ അറിയുന്നതിന് മുമ്പ് ഒരാൾ ചെയ്തു പോയി, അയാൾ അറിയാത്ത കാലത്ത് അയാൾ ചെയ്തു പോയത് തന്നെ അയാൾ നിസ്കാരം ബാധിക്കുകയില്ല, അയാൾ നിസ്കാരം വീണ്ടും നിസ്കരിക്കേണ്ടതില്ല. മറിച്ച് അറിഞ്ഞതിന് മുതലാണ് ഇയാൾക്ക് ഏതൊരാൾക്കും ഹുക്മ് ബാധകമാവുക. നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുബ്ഹാനല്ലാഹ്, തസ്ബീഹ്, തക്ബീർ, ഖിറാഅത്തുൽ ഖുർആൻ ഇതൊക്കെ നിസ്കാരത്തിലുള്ളതാണ്. അപ്പൊ ഒരാൾ നമ്മോട് വല്ലതും നിസ്കരിക്കവേ ഒരാൾ സംസാരിച്ചു. അങ്ങനെ ചില സമയത്ത് ആകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹാബത്ത് ചിലത് ചോദിച്ചിട്ടുണ്ട് നബിയോട്. ചില അത്യാവശ്യ സമയത്ത് അങ്ങനെ ആകാവുന്നതാണ്. അപ്പൊ സംസാരിച്ചതിന് മറുപടി വരാൻ പാടില്ല, മറിച്ച് എന്ത് ചെയ്യാം? ഇശാറത്താവാം, ആംഗ്യം വല്ലതും കാണിക്കാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സലാത്തുൽ കുസൂഫ്, ഗ്രഹണ നിസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കെ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ അങ്ങോട്ടേക്ക് വരും. അസ്മാ ബിൻത് അബീ ബക്കർ ചോദിക്കും, എന്താ പറ്റിയത്? എല്ലാവരും നിസ്കരിക്കുന്നു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ കൈ മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നിസ്കരിച്ചുകൊണ്ടിരിക്കെ എന്താണ് മുകളിലേക്ക് കാണിച്ചു കൊടുത്ത്? ഗ്രഹണം. അവര് മുകളിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ആ ആയ അള്ളാഹുവിന്റെ ആയത്താണോ ഇത്? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ തല കൊണ്ട് ആംഗ്യം കാണിച്ചു, നഅം, അതെ എന്ന്. അപ്പൊ എന്നതുപോലെ ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആംഗ്യം കാണിക്കുന്നത് കൊണ്ട് വിരോധമില്ല. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ജുറൈജിന്റെ കഥ. ജുറൈജ് റഹിമഹുല്ലാഹ്, അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ വന്ന് മുട്ടി വിളിച്ചു. അപ്പൊ അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, യാ റബ്ബി ഉമ്മി വസലാത്തി, അല്ലാഹുവേ ഉമ്മയും നിസ്കാരം എന്താ ചെയ്യാ? അവസാന നിസ്കാരത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു എന്നാണ്. അതുപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണോ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോ കുറച്ച് ഒച്ചത്തിലാക്കി അറിയിക്കാവുന്നതാണ് നമ്മൾ നിസ്കാരത്തിലാണ് എന്ന കാര്യം. അതുപോലുള്ള സന്ദർഭങ്ങളിൽ അറിയിക്കാവുന്നതാണ്. وعن زيد بن أرقم رضي الله عنه قال, زيد بن أرقم رضي الله عنه പറയുന്നു, ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത കാര്യമാണ്. ഇൻ കുന്ന ഞങ്ങളായിരുന്നു ലനതകല്ലമു ഫി الصلاة على عهد النبي صلى الله عليه وسلم, ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിയുടെ കൂടെ ആദ്യം ഞങ്ങൾ നിസ്കാരത്തിൽ പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നു. ആദ്യകാലത്ത് അത് അനുവദനീയമായിരുന്നു. യുകല്ലിമു അഹദുന സാഹിബഹു ബിഹാജതിഹി, നമ്മൾ ഒരാൾ ആവശ്യമുണ്ടെങ്കിൽ ഒരാൾ അടുത്തുള്ള ആളോട് കാര്യം പറയുമായിരുന്നു. നിസ്കാരത്തിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അള്ളാഹു അത് അനുവദിച്ചിരുന്നു. ഹത്താ നസലത്, ഇതാ ഈ ആയത്ത് അവതരിക്കുന്നത് വരേക്കും, ഹാഫിദു അലസ് സ്വലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. ഹാഫിദു അലസ് സ്വലവാതി വസ്സലാത്തിൽ വുസ്താ, നിസ്കാരം നിങ്ങൾ നന്നായി സൂക്ഷിക്കുക, കൃത്യമായി തെറ്റാതെ നിർവഹിക്കുക. സ്വലാത്തിൽ വുസ്താ, അതുപോലെ മധ്യത്തിലുള്ള നിസ്കാരം അഥവാ അസർ. വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അല്ലാഹുവിന് ഖുനൂത്തോടെ നിൽക്കുക, അടങ്ങി നിൽക്കുക. ആ ഖുനൂത്തോടെ നിൽക്കുക. വഖൂമു ലില്ലാഹി ഖാനിതീൻ എന്ന് പറഞ്ഞതിൽ പെട്ടു അതിൽ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട് മിണ്ടാതെ നിൽക്കുവാൻ, സംസാരിക്കാൻ പാടില്ല എന്നത്. ഫഉമിർന, അങ്ങനെ അതോടെ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു. ബിസ്സുകൂത്ത്, എന്താണ് സുകൂത്ത്? സകത്ത, മിണ്ടാതിരിക്കാൻ കൽപ്പിക്കപ്പെട്ടു. വനുഹീന അനിൽ കലാം, സംസാരം വിരോധിക്കപ്പെട്ടു. അപ്പൊ മുമ്പ് ഇങ്ങനെ ആയിരുന്നു, നിസ്കാരത്തിൽ സംസാരം പാടില്ല എന്നത് വ്യക്തമായി സഹാബത്തിന്റെ കൗല് തന്നെ വന്നിരിക്കുന്നു, വാക്ക് തന്നെ വന്നിരിക്കുന്നു. മറിച്ച്
സംസാരിക്കാൻ പാടില്ല. മറിച്ച് എന്തെങ്കിലും സംസാരം അത്യാവശ്യമായി വന്നാൽ എന്തേ പാടുള്ളൂ? തസ്ബീഹ്, തക്ബീർ എന്നതുപോലെയുള്ളത് മാത്രമേ പാടുള്ളൂ. അതിനുള്ള തെളിവാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്തസ്ബീഹു ലിർരിജാൽ വത്തസ്ഫീഖു ലിന്നിസാ ഫിസ്സലാഹ്. അത്തസ്ബീഹു ലിർരിജാൽ, പുരുഷന്മാർക്ക് തസ്ബീഹ്, വത്തസ്ഫീഖു ലിന്നിസാ, സ്ത്രീകൾക്ക് കൈകൊട്ടൽ, ഫിസ്സലാഹ്, നിസ്കാരത്തിൽ. എപ്പോഴാണ്? അതെ, ഇമാമിനെ ഓർമ്മപ്പെടുത്താനുള്ളതാണ്, ഇമാമിനെ തംബീഹ് ചെയ്യാനുള്ളതാണ്. അവിടെ സംസാരം ആവശ്യമാണ്, സംസാരം അവിടെ ആവശ്യമാണ്. പക്ഷെ സംസാരിക്കുന്നില്ല, പകരം എന്താണ് ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്. കാരണം അത് നിസ്കാരത്തെ ബാധിക്കുന്നില്ല, അതുകൊണ്ടാണ്. കാരണം നിസ്കാരത്തിൽ ഉള്ളത് തന്നെയാണ് തസ്ബീഹ്, തക്ബീർ തുടങ്ങിയ കാര്യം. ഇതിനൊരു കാരണമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗത്തിലായിരിക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്തിൽ നിന്നു. രണ്ട് സന്ദർഭത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഒന്ന് രോഗത്തിലായിരിക്കും, അവസാനത്തെ രോഗത്തിലായിരിക്കും. ഒരിക്കൽ റസൂലുള്ളാഹിക്ക് രോഗം ഒന്ന് ബാധിക്കുന്നതിന് മുമ്പ് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് വീഴുകയുണ്ടായി. കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് വീണ് പരിക്ക് പറ്റി, അവിടുത്തെ തൊലി ഇളകിപ്പോയി. അങ്ങനെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖിനോട് കൽപ്പിച്ചു. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് റസൂലുള്ളാഹിക്ക് രോഗമുണ്ടായ സന്ദർഭം, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗമുണ്ടായ സന്ദർഭം, രണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഗോത്രക്കാർക്കിടയിൽ സംസാരിക്കാൻ വേണ്ടി ചെന്നതാണ്. ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗമുണ്ടായ, അവസാനത്തെ രോഗമുണ്ടായ സന്ദർഭത്തിൽ. രണ്ട് രോഗം ഉണ്ടാകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. ഗോത്രക്കാർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടി പോയി റസൂലുള്ള തിരിച്ചു വരുമ്പോഴേക്കും നിസ്കാരത്തിന് സമയമായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് ഇമാമത്ത് നിൽക്കാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് സഫിൽ നിന്നു, അബൂബക്കറിന് പിന്നിൽ നിന്നു. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തന്നെ അബൂബക്കർ സിദ്ദീഖ് മുസ്ലിമീങ്ങൾക്ക് ഇമാമായി നിന്നിട്ടുണ്ട്. ഒന്ന് രോഗത്തിലും ഒന്ന് ഈ സന്ദർഭത്തിലും. പിന്നീട് സഹാബത്തിൽ അബൂബക്കർ സിദ്ദീഖിന് പുറമെ ഇങ്ങനെ അറിയപ്പെട്ടത് ആരാണ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാൻ റളിയല്ലാഹു അൻഹു. ഒരിക്കലൊരു യുദ്ധത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഭാഗത്തായി, സഹാബത്ത് വേറൊരു ഭാഗത്ത്. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിന്ന് നിസ്കരിച്ചു. അങ്ങനെ ഒന്നോ രണ്ടോ റക്അത്ത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പിന്നിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. നബി ബാക്കി റക്അത്ത് പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പൊ സഹാബത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാമത്ത് നിന്നതായി അറിയപ്പെട്ട രണ്ട് സംഭവങ്ങളിലാണ്. അബൂബക്കർ സിദ്ദീഖ്, മറ്റൊന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സംഭവത്തിൽ റസൂലുള്ള റക്അത്ത് ഒന്നോ രണ്ടോ റക്അത്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംഭവത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ തന്നെയാണ് റസൂലുള്ള വരുന്നത്. അതുകൊണ്ട് റസൂലുള്ള വന്നപ്പോ സഹാബത്ത് കൈകൊട്ടാൻ തുടങ്ങി. എന്താണ്? അബൂബക്കറിനെ അറിയിക്കാൻ, റസൂൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടി കൈകൊട്ടാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സംസ്കാരത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. എന്നാൽ ഇത് വർദ്ധിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി. നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. പക്ഷെ ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിരിക്കണം. ചില ആളുകൾ ചില ഇളവുകൾ പറഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലായിരിക്കും. അങ്ങനെ ആയി പോകാൻ പാടില്ല. ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ തല തിരിക്കാം,
ശരീരം തിരിയാതെ തല തിരിച്ചാൽ കുഴപ്പമില്ല, നിസ്കാരം ബാത്തിലായി പോകില്ല. എന്നാൽ ശരീരം ഒന്നാകെ തിരിക്കാൻ പാടില്ല, അപ്പോൾ നിസ്കാരം ബാത്തിലായി പോകും. ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ തല തിരിക്കാം. അതാണ് അവസാനത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ നാളിൽ റസൂൽ അവിടുത്തെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ സഹാബത്തൊക്കെ ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ തിരിഞ്ഞു നോക്കി. അപ്പൊ എന്നതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് വർദ്ധിച്ചപ്പോ തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നില്ല, പക്ഷെ ഇത് കൈവിട്ട് വർദ്ധിച്ചപ്പോ അബൂബക്കർ തിരിഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നോട്ടേക്ക് നടന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ തന്നെ നിൽക്കാൻ, നിസ്കാരം തുടരുവാൻ ആംഗ്യം കാണിച്ചു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ ഹംദ് ചെയ്തു. അൽഹംദുലില്ലാഹ്, അള്ളാഹ്ക്ക് ഹംദ് ചെയ്തു. എന്നിട്ട് പിന്നിൽ തന്നെ നിന്നു, മുന്നോട്ടേക്ക് പോയില്ല. കാരണം ഹംദ് ചെയ്ത് എന്തിനാണ്? അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടായിരിക്കാൻ എന്നെ ഇമാമത്ത് നിൽക്കാൻ അനുവദിച്ചല്ലോ, അതിന് ഹംദ് ചെയ്തു. പക്ഷെ നിന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നീങ്ങുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇമാമത്ത് നിൽക്കുകയുണ്ടായി. രോഗത്തിന്റെ സന്ദർഭത്തിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം ആരംഭിച്ചു, ഇമാമത്ത് എന്നിട്ട്. അപ്പൊ കുറച്ച് റസൂലുള്ളാഹിക്ക് ക്ഷീണം മാറിയപ്പോ രണ്ടുപേരുടെ, അബ്ബാസിന്റെയും അലിയുടെയും റളിയല്ലാഹു അൻഹുമ തോള് കൈയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. റസൂലുള്ളാഹിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടതുഭാഗത്ത് അവർ ഇരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ട് നിസ്കരിച്ചു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ ഇമാമാക്കി, ജനങ്ങൾ അബൂബക്കറിനെയും ഇമാമാക്കി. അങ്ങനെ റസൂലുള്ളാഹിന്റെ ശബ്ദം അതെല്ലാവരും കേൾക്കുകയില്ല, റസൂലുള്ളാഹിക്ക് സുഖമില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കേൾക്കുകയും അത് ഉച്ചത്തിൽ പറയുകയും ചെയ്തു. തക്ബീറുകൾ, നിസ്കാരത്തിലുള്ള ഉയർച്ചയും താഴ്ചയും ഒക്കെ. അപ്പൊ ജനങ്ങൾ അബൂബക്കർ നിസ്കരിച്ചു, അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം നിസ്കരിച്ചു. ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ തസ്ബീഖ് ജനങ്ങൾക്ക് കൈകൊട്ടുകയാണല്ലോ ചെയ്തത്, അബൂബക്കറിനെ അറിയിക്കാൻ വേണ്ടി, റസൂലുള്ള വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കാൻ കൈകൊട്ടുകയാണ് ചെയ്തത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബത്തിനോട് ചോദിച്ചു. ആദ്യം അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, എന്താണ് ഞങ്ങളോട് കൽപ്പിച്ചപ്പോ ഇമാമത്ത് നിൽക്കാതിരുന്നത്, പിന്നോട്ട് മാറിയത് എന്തിനാണ്? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു അബീ ഖുഹാഫക്ക്, അബൂ ഖുഹാഫയുടെ മകന് അള്ളാഹുവിന്റെ റസൂലിന് ഇമാമത്ത് നിൽക്കാൻ അവകാശമില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നിലേക്ക് എന്നത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, മാ ലി അറാക്കും, എന്താണ് നിങ്ങൾ തസ്ബീഖ് കുറെ കൈകൊട്ടിയത്? എന്നിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്നമ അത്തസ്ബീഹു ലിർരിജാൽ വത്തസ്ബീഖു ലിന്നിസാ, കൈകൊട്ടാർക്കുള്ളതാണ്, സ്ത്രീകൾക്കുള്ളതാണ്. പുരുഷന്മാരെന്താണ് ചെയ്യേണ്ടത്? തസ്ബീഹാണ്. ഇത് പറയാനുള്ള സബബ് അതാണ്, കാരണം അതാണ്. റസൂലുള്ളാഹിന്റെ വാക്കൊക്കെ തസ്ബീഹു ലിർരിജാൽ വത്തസ്ബീഖു ലിന്നിസാ, പുരുഷന്മാർക്ക് തസ്ബീഹാണ്, തസ്ബീഖ് സ്ത്രീകൾക്കുള്ളതാണ്. എന്താണ് സ്ത്രീകൾക്ക് തസ്ബീഖ് ആവാനുള്ള കാരണം? ലാഹിർ, ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം സ്ത്രീകൾ മത്ലൂബ്, അവരിൽ നിന്ന് മത്ലൂബായിട്ടുള്ള കാര്യം, അവരിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം എന്താ? അസ്സുകൂത്ത്, ശബ്ദം താഴ്ത്താനുള്ള, ശബ്ദം ഉയർത്താതിരിക്കുക എന്നതാണ്. കാരണം അവരുടെ ശബ്ദം മുത്ലഖൻ ഔറത്തല്ല, എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് ഔറത്താണ്. എല്ലായ്പ്പോഴും ഔറത്തല്ല, ചില സന്ദർഭത്തിൽ ഔറത്താണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വലാ തഖ്ദഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ ഖുൽന ഖൗലൻ മഅറൂഫാ. നിങ്ങൾ വലാ തഖ്ദഅന ബിൽ ഖൗൽ, വാക്കുകൾ ഖുദൂ കാണിക്കരുത്. ഖുദൂ എന്താ? ഒന്ന് താഴ്ന്ന് സംസാരിക്കുക. ആളുകളോട് സ്ത്രീകൾ ഒന്ന് അവരുടെ ഒരു സൗമ്യ രൂപത്തിൽ കൊഞ്ചിക്കൊഴഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അധികമാവും, അത്രയൊന്നെത്തണ്ട, കഴിഞ്ഞ് മുമ്പ് തന്നെ അത് ശ്രദ്ധിക്കേണ്ടതാണ്. കൊഞ്ചിക്കൊഴിയാന്നൊക്കെ പറഞ്ഞാൽ അത് ഇതിന് അങ്ങേയറ്റാണ്, എന്റെ അപ്പുറത്ത് അത് വളരെ ശദീദായ കാര്യം. അതല്ലാതെ ഒരു ആളുകളെ
ആളുകളോട് ഖുദൂആയി ഒരു താണുകേണ് സംസാരിക്കുന്ന രൂപത്തിൽ സംസാരിക്കരുത്. വലാ തഖ്ദഅന ബിൽ ഖൗൽ, സൗമ്യമായി സംസാരിക്കരുത്. വതഖ്ദഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്, അപ്പോൾ ഖൽബിൽ രോഗമുള്ളവന് ആഗ്രഹം തോന്നും. അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോഴുള്ള നിയമമാണ്. ഫഖുൽന ഖൗലൻ മഅറൂഫ, അതുകൊണ്ട് മഅറൂഫായ ഖൗൽ പറയട്ടെ, നല്ല ഗൗരവത്തിൽ സംസാരിക്കട്ടെ. സംസാരിക്കേണ്ടി വന്നാൽ അങ്ങനെ സംസാരിക്കും. അള്ളാഹു സംസാരിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഫിത്നയെ സൂക്ഷിക്കണം. ഫിത്ന ഉണ്ടാക്കുന്ന, അവനെ ഫസാദിലാക്കുന്ന ഇവളും അവനും ഫസാദിലായി പോകുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. കാരണം സ്ത്രീയുടെ ശബ്ദത്തിന് ആകർഷണീയതയുണ്ട്, ഒരു സംശയമില്ല. സ്ത്രീയുടെ ശബ്ദത്തിന് ആകർഷണീയതയുണ്ട് എന്നതിന് സംശയമില്ല. അതുകൊണ്ടാണ് അവരോട് ശബ്ദം താഴ്ത്താൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പള്ളിയിൽ വാങ്ങിക്കൊടുക്കേണ്ട ആരാ? പെണ്ണുങ്ങളാ? അല്ല, പുരുഷന്മാരാണ്. ആരാണ് പള്ളിയിൽ ഖുത്ബ പറയുന്നത്? പെണ്ണുങ്ങളല്ല, ആണുങ്ങളാണ്. ആരാണ് പള്ളിയിൽ ഇമാമുമാർ? പുരുഷന്മാരാണ്. ഇഖാമത്ത് കൊടുക്കുന്ന ആരാണ്? പുരുഷന്മാരാണ്. തൽബിയത്ത് അവരോട് മെല്ലെ ചൊല്ലാൻ പറഞ്ഞു. ഇങ്ങനെ തക്ബീറുകൾ ഏത് സമയത്താലും ശബ്ദം താഴ്ത്താൻ, അതാണ് അവരിൽ നിന്ന് മത്ലൂബായിട്ടുള്ള കാര്യം. അതാണ് കാരണം അവരുടെ ശബ്ദത്തിന് പ്രത്യേകതയുണ്ട്. അത് ചില സന്ദർഭങ്ങളിൽ പുരുഷന്മാരെ ഫിത്നയിലാക്കും. എന്നാൽ പറ്റ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ലഖൻ അത് ആവർത്താക്കിയിട്ടില്ല. ഒന്നും ഉണ്ടാൻ പാടില്ല ഒരിക്കലും ഒരു സന്ദർഭത്തിലും എന്ന് വലില്ലാഹിൽ ഹംദ് അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്നാൽ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹു അവന്റെ കിതാബിൽ എടുത്തു പറഞ്ഞ കാര്യമാണ്. എത്രയാണ് അതിന്റെ ഗൗരവം ആലോചിച്ച് നോക്ക്. അൽഹംദുലില്ലാഹ്, നമുക്ക് അള്ളാഹു എത്ര ചെറുതെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വരെ നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നു. അപ്പൊ സ്ത്രീകൾക്ക് തസ്ബീഹാണ്. അവരോട് സുബ്ഹാനല്ലാഹ് പറയാൻ പറഞ്ഞില്ല, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞില്ല. കാരണം അത് ആകർഷണീയമാകും പല സന്ദർഭത്തിൽ അവരുടെ ശബ്ദം. അപ്പൊ അത് ഒഴിവാക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ എത്ര നമുക്ക് പറ്റുമോ, അന്യപുരുഷനോടുള്ള സംസാരം എത്ര നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ ഒഴിവാക്കുക, സംശയമില്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹാ വശർറുഹാ ആഖിറുഹാ വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ. പുരുഷന്മാരുടെ സഫിൽ ഏറ്റവും ഖൈറായ സഫ് ഏത് സഫാണ്? ഒന്നാമത്തെ സഫ, മുന്നിലെ സഫ, ഇമാമിനോട് അടുത്ത സഫാണ്. അതിൽ ഷർറ ഏതാണ്? പിന്നിലുള്ള സഫാണ്. സ്ത്രീകളുടെ സഫിൽ ഖൈർ ഏതാണ്? പിന്നിലുള്ള സഫാണ്. സ്ത്രീകളുടെ സഫുകളിൽ ഷർറ ഏതാണ്? മുന്നിലുള്ള സഫാണ്. കാരണം എന്താ? പുരുഷന്മാരുടെ സഫ് ഏറ്റവും മുന്നിലുള്ളതാണ് ഏറ്റവും ഖൈർ. അതാണ് സ്ത്രീകളോട് ഏറ്റവും അകന്നത്. പള്ളിയിൽ നിൽക്കുമ്പോ സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ, കുട്ടികൾ, സ്ത്രീകൾ, ഇങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിന്നിരുന്നത്. പുരുഷന്മാരുടെ സഫിൽ പെണ്ണുങ്ങളുടെ ഏറ്റവും അടുത്ത പിന്നിലുള്ള സഫായിരിക്കും, അതാണ് ഷർറായ സഫ്. സ്ത്രീകളുടെ സഫിൽ ഏറ്റവും ഖൈറായ സഫ് പിന്നിലുള്ള സഫാണ്, അതാണ് പുരുഷന്മാരോട് ഏറ്റവും അകന്ന സഫ്. അത് ഏറ്റവും ഷർറായ സഫ് മുന്നിലുള്ള സഫാണ്, അതാണ് പുരുഷന്മാരോട് ഏറ്റവും അടുത്ത സഫ്. അപ്പോ ആണുങ്ങൾ സഫ് കിട്ടുമ്പോൾ എവിടുന്നാ തുടങ്ങേണ്ടത്? മുന്നിൽ നിന്ന്. സ്ത്രീകൾ സഫ് കിട്ടുമ്പോൾ എവിടുന്നാ തുടങ്ങേണ്ടത്? പിന്നിൽ നിന്നാണ് തുടങ്ങേണ്ടത്, മുന്നിൽ നിന്നല്ല, പിന്നിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമുക്ക് പള്ളിയിൽ പോലും ഇബാദത്തിന് വന്ന സമയത്ത് പോലും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്ത് വലഖദ് അലിംനൽ മുസ്തഖ്ദിമീന മിൻകും വലഖദ് അലിംനൽ മുസ്തഅഖിരീൻ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലമുണ്ട്. ചില മുനാഫിക്കുകളായ ആളുകൾ അവർ പള്ളിയിൽ പിന്നിലേക്ക് നിൽക്കാൻ ആഗ്രഹിച്ചു എന്നാണ്. എന്താ കാരണം? സ്ത്രീകളോട് അടുത്താകുന്നത് കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളിൽ നിന്ന് പിന്നിൽ നിൽക്കുന്നതാരാണ്, മുന്നിൽ നിൽക്കുന്നതാരാണ് നാം അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു അറിഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസ്ബീഹു ലിർറിജാൽ വത്തസ്ഫീഖു ലിന്നിസാഇ ഫിസ്സലാ. പുരുഷന്മാർക്ക് തസ്ബീഹ്, സ്ത്രീകൾക്ക് തസ്ഫീഖ്. അപ്പൊ ഇത് രണ്ടും കൊണ്ട് നിസ്കാരം ബാത്തിലായി പോകുന്നില്ല. നിസ്കാരത്തിന് പുറത്തുള്ള ഒരു അമലാണിത്. പക്ഷെ എല്ലാ നിസ്കാരത്തിന്റെ പുറത്തുള്ള അമലും കൊണ്ട്
എല്ലാ ഖൗലും കൊണ്ട് നിസ്കാരം ബാത്തിലായി പോവുകയില്ല എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. وعن مطرف بن عبد الله بن الشخير عن أبيه قال عبد الله بن الشخير رضي الله عنه رواية ചെയ്യുന്നു رأيت رسول الله صلى الله عليه وسلم يصلي ഞാൻ റസൂലുള്ളാഹി നിസ്കരിക്കുന്നത് കണ്ടു وفي صدره أزيز كأزيز المرجل من البكاء റസൂലുള്ളാഹി നിസ്കരിക്കാൻ നിന്നാൽ അവിടുത്തെ നെഞ്ചിൽ നിന്ന് ഞാൻ കേട്ടിരുന്നു കരച്ചിൽ കാരണത്താൽ ഈ ചൂടാക്കിയ പാത്രത്തിൽ നിന്നുള്ള ശബ്ദം പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിന്നാൽ കരച്ചിൽ ഞാൻ കേട്ടിരുന്നു. എന്താണ് ഇതിന് നമുക്ക് ഫിഖഹിയായ ഒരു പാഠം എന്താണ്? ആ കരച്ചിൽ കൊണ്ട് നിസ്കാരം ബാത്തിലായി പോകുന്നില്ല, മറിച്ച് നിസ്കാരത്തിന് അത് ഫദ്ലാണ്. ഒരാൾ അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുമ്പോൾ അയാൾക്ക് കണ്ണുനീര് വരിക എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഫദ്ലായ കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നു. وعن ابن عمر قال ابن عمر رضي الله عنه പറയുന്നു قلت لبلال ഞാൻ ബിലാലിനോട് ചോദിച്ചു كيف رأيت النبي صلى الله عليه وسلم يرد عليهم حين يسلمون عليه وهو يصلي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടിരിക്കെ ആരെങ്കിലും നബിയോട് സലാം പറഞ്ഞാൽ എങ്ങനെയായിരുന്നു നബി മടക്കിയിരുന്നത്? قال അപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ് യഖൂലു ഹാകദാ നബി ഇങ്ങനെ ചെയ്യാറുണ്ട് വബസത കഫഹു റസൂൽ എന്നിട്ട് ബിലാൽ അവിടുത്തെ കൈ വിടർത്തി കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും സലാം പറഞ്ഞാൽ റസൂലുള്ള സലാം മടക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയാണ് സലാം മടക്കിയിരുന്നത്. വായുകൊണ്ട് വലൈക്കും സലാം എന്ന് പറയുകയില്ല, മറിച്ച് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചിരുന്നു. അപ്പൊ അത് അനുവദനീയമായ കാര്യമാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് സലാം പറയലും ആ സമയത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇങ്ങനെ മടക്കലും ജായിസായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇത് നിസ്കാരത്തെ ബാധിക്കുന്ന പ്രവർത്തനമല്ല. നിസ്കാരത്തെ ബാധിക്കുന്ന പ്രവർത്തനമാണ് അൽ അബസ് അൽ കസീർ. അൽ അബസ് അൽ കസീർ എന്താണ്? അബസുൽ കസീർ അനാവശ്യമായ പ്രവർത്തനങ്ങൾ, അത് കൂടുതലായി ചെയ്യാന്നുണ്ട്. നിസ്കാരത്തിൽ ഇല്ലാത്ത പ്രവർത്തനങ്ങൾ അധികം ചെയ്യുക എന്നത് നിസ്കാരത്തെ ബാധിക്കുന്ന പ്രവർത്തനമാണ്. നിസ്കാരം ബാത്തിലായി പോകുന്ന മുറിഞ്ഞു പോകുന്ന പ്രവർത്തനമാണ്. ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും. നമ്മൾ അനാവശ്യമായി തോണ്ട ചെറിയ ഇങ്ങനെ അങ്ങോട്ടും മുകളിലേക്ക് നോക്കുക, കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക, ഒക്കെ തെറ്റായ കാര്യങ്ങൾ, നമ്മൾ നിസ്കാരത്തെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളാണ്. എന്നാൽ ഒരാൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന നിലക്ക് വല്ലതുണ്ടായാൽ അത് ഒഴിവാക്കൽ ശരിയാണ്. എത്രത്തോളം ഖുശൂ നിലനിൽക്കാൻ ഉലമാക്കൾ പറഞ്ഞ കാര്യമാണ്. ഒരാൾക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ചൊറിയാൻ തോന്നും. അപ്പൊ ചൊറിയുക എന്നത് എന്ത് നിലനിൽക്കാൻ സഹായിക്കുന്ന കാര്യമാണ്? ഖുശൂ നിലനിൽക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. കാരണം അല്ലെങ്കിൽ അതും പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താവും? പിന്നെ അതിനെ കുറിച്ചായിരിക്കും ചിന്ത, നിസ്കാരത്തില് ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പൊ ഇത് അനുവദനീയമാണ്. പക്ഷെ ശൈത്താൻ നമ്മൾ അതും കൊണ്ട് കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിസ്കാരം തീരുന്നവരെ ഈ ചൊറിയലും മാന്തലും എന്ന അവസ്ഥയിൽ നമ്മളായി പോകാൻ പാടില്ല. ശ്രദ്ധിക്കുക. ഖുശൂഇന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ അള്ളാഹുവിന്റെ നിഅമത്താണ് ഒരാൾക്ക് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക എന്ന കാര്യം. അനാവശ്യമായ ചലനങ്ങൾ തെറ്റാണ്. എന്നാൽ അനുവദനീയമായ ചലനങ്ങൾ ഉണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അടുത്തത് عن أبي قتادة رضي الله عنه قال أبو قتادة رضي الله عنه പറയുന്നു كان رسول الله صلى الله عليه وسلم يصلي റസൂൽ നിസ്കരിക്കാറുണ്ടായിരുന്നു وهو حامل أمامة بنت زينب നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ മകളുടെ മകൾ സൈനബിന്റെ മകൾ ഉമാമ കുഞ്ഞാണ്. ഫൈദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എടുത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. فإذا سجد وضعها സുജൂദ് ചെയ്താൽ കുട്ടിയെ അവിടെ വെക്കും. وإذا قام حملها എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എടുത്തിട്ട് നിൽക്കും. മുത്തഫഖുൻ അലൈഹി. ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പൊ ഇത് നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള പ്രവൃത്തിയാണ് ചെയ്യാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളെ വകതിരിവില്ലാത്ത കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരരുത്. അത്യാവശ്യം ഉണ്ടെങ്കിലല്ല.
അതിൽ അത്യാവശ്യത്തിൽപ്പെട്ടതാണ് സ്ത്രീകൾ പള്ളിയിലേക്ക് വരിക എന്നുള്ള കാര്യം. സ്ത്രീകൾ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ചെറിയ കുട്ടികൾ അവർക്ക് എടുക്കേണ്ടി വരും, വേറെ വഴി ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ കരച്ചിൽ കേട്ടാൽ നിസ്കാരം ചുരുക്കിയിരുന്നത്. ആ ഉമ്മയോടുള്ള ശഫഖത്ത് കാരണത്താൽ. ഉമ്മയോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസപ്പെടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം ഉണ്ടാക്കുന്നതുകൊണ്ട് റസൂൽ ചുരുക്കിയത്. കാരണം എന്താ, ഉമ്മ പള്ളിയിലേക്ക് വന്നു, അപ്പൊ പള്ളിയിലേക്ക് വരുമ്പോ അതിനെ കൂട്ടേണ്ടി വരും. അതല്ലാതെ അനാവശ്യമായി തമീസ് എത്താത്ത കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരരുത്. തമയ്യൂസിന്റെ പ്രായം പൊതുവെ 7 വയസ്സാണ്. വകതിരിവ് എന്ന് പറയും മലയാളത്തിൽ. വകതിരിവ് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഒരു ഹുർമത്തുള്ള ഒരു ഇബാദത്താണ് എന്നൊക്കെ മനസ്സിലാക്കിയ നിസ്കരിക്കാൻ മര്യാദക്ക് നിൽക്കുന്ന ആ പ്രായത്തിൽ നമ്മൾ കുട്ടികളൊക്കെ പഠിപ്പിക്കുക. തമയ്യൂസ് എത്തിയാൽ ഇത് എത്താത്ത കുട്ടികൾ, പിടിച്ചാൽ കിട്ടാത്ത, വകതിരിവില്ലാത്ത, ബാക്കിയുള്ള നിസ്കാരമൊക്കെ പസാദാക്കുന്ന ജാതി കുട്ടികളെ പള്ളിയിൽ കൂട്ടിവരാൻ പാടില്ല. അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട നിയമം. പല ആളുകൾക്കും അറിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുട്ടികാരനിപ്പോ നിസ്കാരം ചുരുക്കിയതൊക്കെ കേട്ടിട്ട് കുട്ടികളൊക്കെ ഏത് സമയത്തും പള്ളി കൊണ്ടുവരാം, അത് നല്ല കാര്യമാണ് എന്നൊക്കെ വിചാരിച്ചെടുക്കുന്ന പല ആളുകളുണ്ട്. തെറ്റാണ്. ബാക്കിയുള്ള നിസ്കാരം ഫസാദാക്കി കുറ്റം കൂടി ചിലപ്പോൾ നമുക്ക് കിട്ടിപ്പോകും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് അത്യാവശ്യമുണ്ടെങ്കിലല്ല, അത് അത്യാവശ്യമുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ യാത്ര പോയിട്ട് വരുന്നതായിരിക്കും, ഇപ്പൊ കുട്ടി കൂടെ ഉണ്ടാവും, പള്ളിക്ക് നിസ്കരിക്കേണ്ടതായിട്ട് ചിലപ്പോൾ കുട്ടി കൂടെ ഉണ്ടാവും. എന്നതുപോലെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ അത്യാവശ്യങ്ങൾ നമുക്കാണ് അറിയുന്നത്, അള്ളാഹുവിനാണ് അറിയുന്നത്. അതല്ലാത്ത സന്ദർഭത്തിൽ വെറുതെ കുട്ടികളെ കൂട്ടരുത്. തമയ്യൂസ് എത്താത്ത, വകതിരിവെത്താത്ത, ബാക്കിയുള്ള നിസ്കാരം ഫസാദാക്കുന്ന കുട്ടികളെ. ഇതുപോലുള്ള സംഭവങ്ങൾ ഒരിക്കലും ഇതിനെതിരായ തെളിവല്ല. ഇതൊക്കെ ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി ചെയ്ത കാര്യങ്ങളാണ്. അത് നമുക്ക് അനുവദനീയമാണെന്ന് പഠിപ്പിച്ചു തരുന്നു. ഇമാം മുസ്ലിം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വഹുവ യഉമ്മുൻ നാസ ഫിൽ മസ്ജിദ്. റസൂലുള്ളാഹി ഇത് ചെയ്തത് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുമ്പോഴാണ്, പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അത് അനുവദനീയമാണ് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഉലമാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള തെളിവാണ്. ഇപ്പൊ നമ്മള് മറന്നുപോയി, ഈ മൊബൈൽ ഇത് സൈലന്റ് ആക്കാൻ മറന്നുപോയി, പള്ളിയിൽ നിസ്കരിക്കാൻ നിന്നാൽ ചിലപ്പോ നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഇത് റിങ് ചെയ്യും, പോക്കറ്റിലായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ ചിലപ്പോ സുജൂദിന്റെ സ്ഥലത്തായിരിക്കും ഒരാൾ താഴെ വെച്ചിട്ടുണ്ടാവും. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതെടുത്ത് അത് ഓഫാക്കണം. ഒരു സംശയമില്ല, അത് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തെ ബാധിക്കുകയില്ല. കാരണം ഇതുപോലത്തെ ഒരു അത്യാവശ്യമാണത്, ഇതുപോലെയുള്ള ഒരു അത്യാവശ്യമാണ്. സഹാബത്തിൽ ചിലരുടെ അമലുകൾ നമുക്ക് ഇതിന് കൂടുതൽ തെളിവാണ്. എത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ സലാത്തുൽ കുസൂഫിൽ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, അവരെ നിസ്കരിച്ചുകൊണ്ടിരിക്കെ റസൂലുള്ള കുറെ നേരം നിസ്കരിച്ചപ്പോ അവർക്ക് ബോധക്ഷയം പോലെ ഉണ്ടായി, നിൽപ്പിൽ ഒരു തളർന്നു പോയതുപോലെ ആയിപ്പോയി. അവരെന്താ ചെയ്തത്? നിസ്കരിച്ചുകൊണ്ടിരിക്കെ അവിടെ ഒരു പാത്രത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, അത് കയ്യിലെടുത്തു, തലയിൽ അല്പം അവരൊഴിച്ചു, നിസ്കാരം തുടർന്നു. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ ചെയ്ത കാര്യം. നിസ്കരിച്ചുകൊണ്ടിരിക്കെ അവർക്ക് ബോധം, ഇഗ്മ എന്ന് പറയും, ഇഗ്മ, ലേശം ബോധം പോയി പോവുക, ഒരു തളർച്ച പോലെ. അതുണ്ടായപ്പോ എന്താ ചെയ്തത്? വെള്ളമെടുത്ത് തലയിൽ അല്പം ഒഴിച്ചു, നിസ്കാരത്തിൽ തുടർന്നു. എന്നതുപോലെയാണ് ഇതുപോലുള്ള സന്ദർഭങ്ങൾ നമ്മളതെടുത്ത് ഓഫാക്കുക. അതല്ലാതെ ജനങ്ങളെ മൊത്തം നിസ്കാരം നമ്മളൊരു ഓർമ്മപ്പശവ് കൊണ്ട് ഫസാദാക്കരുത്, ആളുകളുടെ നിസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റിക്കരുത്. നമ്മളതെടുത്ത് ഓഫാക്കാണ് ചെയ്യേണ്ടത്. വല്ലാഹു അലം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത്, ഇപ്പൊ കുട്ടിയെടുത്തത് നമ്മൾ വായിച്ചു. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم പറയുന്നു, اقتلوا الأسودين في الصلاة. റസൂലുള്ളാഹി പറയുന്നു, നിസ്കാരത്തിലായാലും നിങ്ങൾ കൊന്നുകളയുക രണ്ട് കറുത്തതിനെ, അതായത് അൽ ഹയ്യത വൽ അഖറബ്, പാമ്പിനെയും തേളിനെയും. നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി നമ്മൾ ഇന്നത്തെ പോലത്തെ നല്ല സുരക്ഷിതമായ പള്ളിയല്ല, അത് തുറന്ന പള്ളിയാണ്, കോൺക്രീറ്റ് ചെയ്ത പള്ളിയല്ല. അപ്പൊ പല ഇങ്ങനത്തെ ഇഴജന്തുക്കളൊക്കെ ചിലപ്പോ
നിസ്കരിക്കാൻ നിൽക്കും. സല്ലല്ലാഹു നിസ്കരിക്കാൻ നിന്നപ്പോ അവിടുത്തെ തേള് കടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, തേള് അതിന് അള്ളാഹ് ശപിക്കട്ടെ, ആരെയും അത് വെറുതെ വിടുന്നില്ലല്ലോ, ഒരു നബിയെയോ നബിയല്ലാത്ത ആളെയോ നിസ്കരിക്കുന്ന ആളെയോ ഒന്നും വെറുതെ വിടുന്നില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേളിനെ മോശമായി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോ കടിച്ചത് കാരണത്താൽ. എന്നതുപോലെ നിസ്കരിക്കുമ്പോ ആണെങ്കിലും ശരി, പാമ്പിനെ തേളിനെ കണ്ടാൽ എന്താക്കുക? കൊല്ല. അതുകൊണ്ട് എന്താവുകയില്ല, നിസ്കാരം മുറിഞ്ഞു പോവുകയില്ല. അത് മുറിയാച്ച രൂപത്തിൽ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ല. കാരണം അത് വളരെ എൽത്തിറാറുള്ള സംഗതിയാണ്. ഇനി നമുക്ക് നിസ്കാരം മുറിഞ്ഞു പോകാതെ കൊല്ലാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം മുറിക്കുകയും എന്നിട്ട് അതിനെ കൊല്ലുകയും വീണ്ടും നിസ്കാരം നമ്മൾ തുടക്കം മുതൽ തുടരുകയും ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം ചില ആളുകൾ അങ്ങനെ വിചാരിച്ചേക്കും, നിസ്കാരം മുറിക്കുക എന്നുള്ളത് വലിയ തെറ്റാണെന്ന് വിചാരിച്ചേക്കും. അങ്ങനെ വിചാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട ഒരാൾ ഒരു കൂട്ടരുടെ പിന്നിൽ നിസ്കരിക്കാൻ നിൽക്കുക. റസൂലുള്ളാഹിന്റെ കൂടെയല്ല, മദീനത്തെ പള്ളിയില്ല, പുറത്താണ്. ഒരാളുടെ പിന്നിൽ അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഇദ്ദേഹം കെട്ടിയിട്ട ഒട്ടകം അദ്ദേഹം അവിടെ നിർത്തി ഒട്ടകം ദൂരെ പോകുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്തു? നിസ്കാരം മുറിച്ചു. എന്നിട്ട് അതിനെ പോയി പിടിച്ചു കെട്ടുകയുണ്ടായി. എന്നിട്ട് നിസ്കാരം ചലക്കുന്നു തുടങ്ങി. അദ്ദേഹം തന്നെ നിസ്കാരം പോയി രണ്ടാമതും അതേ നിസ്കാരം ആരംഭിച്ചു. അദ്ദേഹത്തെ നിസ്കാരത്തിന് ശേഷം പലരും എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞങ്ങൾ പഠിച്ച റുഖ്സ, ഇളവുകൾ അദ്ദേഹം ആ കൂടെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. കാരണം ഇതുപോലെ ഒട്ടകം പോയാലും കുഴപ്പമില്ല, ഞാൻ നിസ്കാരം ഒഴിവാക്കൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. മറിച്ച് ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഓർമ്മ വന്ന് വണ്ടിന്റെ ചാവയിലായിപ്പോയി, അത് ചിലപ്പോ എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ അതുപോലെ സമാനമായ എന്തെങ്കിലും കാര്യം അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾ നിസ്കാരം മുറിച്ച് ആ കാര്യം പോയി ശരിയാക്കിയിട്ട് വന്ന് ബാക്കി നിസ്കാരം തുടരാം. അപ്പൊ ചിലപ്പോ 1-2 റക്അത്തുകൾ പോയി പോവുകയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ജമാഅത്ത് നഷ്ടപ്പെട്ടു പോവുകയോ ഇങ്ങനെയുള്ള അത്യാവശ്യങ്ങൾ കൊണ്ട് സംഭവിച്ചത് കൊണ്ട് കുറ്റമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തെ നമ്മളെ പഠിപ്പിച്ചതാണ്. കാരണം അത് ആലോചിച്ചിട്ട് അതും മനസ്സിൽ വെച്ചിട്ട് നിസ്കരിച്ചാലാണോ അവന് ഖുശൂ ഉണ്ടാകുക? ഒരിക്കലുമല്ല. മറിച്ച് ആ കാര്യം ശരിയാക്കി വന്നാൽ നല്ല റാഹത്തിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ മാതൃകയുള്ളതാണ്. അപ്പൊ നമുക്കിതുപോലെ പാമ്പിനെ തേളിനെയോ കൊല്ലേണ്ട അത്യാവശ്യം വന്നാൽ നിസ്കാരത്തിന് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നിസ്കാരം മുറിക്കുക, അതിന് കൊല്ലുക, നിസ്കാരം വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കുക. അതിൽ കുറ്റമില്ല, അത് തെറ്റല്ല. കാരണം യഥാർത്ഥത്തിൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, മിൻ ഫിഖ്ഹിൽ മർഇ, ഒരു മനുഷ്യന്റെ ഫിഖ്ഹിൽ പെട്ടതാണ്. അയാൾക്ക് ബുദ്ധിയുണ്ട് എന്നതിനുള്ള തെളിവാണ് അയ്യുഖ്ബില അലാ ഹാജതിഹി, അയാൾ തന്റെ ആവശ്യം തീർക്കാന്നുള്ളത്, ഹത്താ യഅതിയ ഇല സ്വലാത്തി വഖൽബുഹു ബാരി, തന്റെ ആവശ്യം തീർത്തിട്ട് നിസ്കാരത്തിന് മുമ്പ് തന്റെ ആവശ്യങ്ങളൊക്കെ ഒരാൾ തീർക്കുക എന്നത് ഒരാളുടെ ബുദ്ധിയിൽപ്പെട്ടതാണ്. ദീനിൽ അയാൾക്ക് ഇൽമുണ്ട് എന്നതിന്റെ തെളിവാണ്. അങ്ങനെ ചെയ്താൽ എന്താവും? നിസ്കാരത്തിൽ വരുമ്പോ വഖൽബുഹു ഫാരിഖ്, തന്റെ കൽബ് ഒഴിഞ്ഞ കൽബായിരിക്കും, വേറെ ചിന്തയൊന്നുമില്ല. അപ്പൊ അതിനു മുമ്പ്, നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ഇതുപോലത്തെ ശുഗലുകളൊക്കെ തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി അങ്ങനെ നമ്മുടെ ജീവിതം, നമ്മൾ കാര്യങ്ങൾക്ക് തർത്തീബാക്കുക. കാരണം അള്ളാഹു നമ്മളെ പഠിച്ചത് ഈ ഇബാദത്തിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയോ മനുഷ്യവർഗത്തെയോ നാം പഠിച്ചിട്ടില്ല നമുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അതുകൊണ്ട് ഈ ഇബാദത്തിന് മുന്നേ അതിന് തടസ്സം വരുത്തുന്ന, നിസ്കാരത്തിൽ നമ്മുടെ ചിന്ത മാറിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. വഫഖന അല്ലാഹു വഇയ്യാക്കും, അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്
ബുലൂഗുൽ മറാമിൽ അടുത്ത ഒരു ബാബായി കൊടുത്തതാണ് സൂത്രത്തുൽ മുസല്ലി. നിസ്കരിക്കുന്ന ആളുടെ സൂത്ര, നിസ്കരിക്കുന്ന ആളുടെ മുന്നിലെ മറ എന്ന അധ്യായം. നബി ജുഹൈം ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലൗ യഅലമുൽ മാറു ബൈന യദൈൽ മുസല്ലി മാദാ അലൈഹി من الإثم لكان أن يقف 40 خيرا له من أن يمر بين يديه. നിസ്കരിക്കുന്ന ഒരാളുടെ മുന്നിലൂടെ നടന്നു പോകുന്നതിന്റെ തെറ്റ് ഒരാൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ 40 അവനവിടെ നിൽക്കലായിരിക്കും അവന് ഖൈർ, അവനവിടെ നിൽക്കുമായിരുന്നു. എന്താണ് 40 എന്ന് പറഞ്ഞാൽ? അല്ലാഹു അലം, ചില റിവായത്തുകളിൽ 40 ഖരീഫൻ എന്ന് വന്നിട്ടുണ്ട്. 40 വർഷം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. 40 കൊല്ലം നിൽക്കലായിരുന്നു ഒരാൾക്ക് നല്ലത്. നിസ്കരിക്കുന്ന ഒരാളുടെ മുന്നിലൂടെ നടന്നു പോകുന്നതിന്റെ തെറ്റ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. നമ്മൾ 40 കൊല്ലം നിൽക്കാൻ നമ്മൾ നിൽക്കണ്ടില്ല. ഒരു 4 മിനിറ്റ് നിൽക്കാൻ പോലും, 1 മിനിറ്റ് നിൽക്കാൻ പോലും ക്ഷമയില്ലാത്ത മനുഷ്യന്മാരുണ്ട്. പലപ്പോഴും ആളുകളെ കാണാം, ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ വേഗം പോകേണ്ടതുണ്ടെങ്കിൽ പിന്നിലേക്ക് നോക്കും, ആള് നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവന്റെ സൈഡിലൂടെ കാലിട്ടിട്ട് ഒരു പോക്ക്. എത്രയോ ആളുകളെ നമ്മൾ കാണാറുണ്ട്. അയാളുടെ സുജൂദ് ചെയ്യുന്ന സ്ഥാനം, അയാളെവിടെയാണ് സുജൂദ് ചെയ്യുന്നത്? അതിനിടയിലൂടെയാണ് കാലും വെച്ച് ക്രോസ് ചെയ്ത് പോകുന്നത്. വളരെ ശ്രദ്ധിക്കണം, പാടില്ല. എന്താണ് കുറച്ചേരെ കാത്തിരുന്നത്? എത്രയേറെ ഒരു മനുഷ്യൻ നിസ്കരിക്കാം? പിറ്റേ നേരം വിളിക്കുമ്പോൾ നിസ്കരിക്കോ? ഇല്ല, വളരെ കുറച്ചു നേരം. അതുവരെ കാത്തിരുന്നുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കുകയില്ല. അല്ലെങ്കിൽ നിന്ന് നോക്കുക വേറെ എവിടെയെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത്. അപ്പോ പലപ്പോഴും ആളുകൾ ചെയ്യാറുള്ളതാണ്, കാല് കയറ്റി വെച്ച് ഇങ്ങനെ, അയാൾ യഥാർത്ഥത്തിൽ പോയിട്ടുള്ളത് ഇയാളുടെ സുജൂദ് ചെയ്യുന്ന പരിധിക്കുള്ളിൽ നിന്നാണ്. അങ്ങനെയാണ് പോകുന്നത്. പലരും അങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ ഒരു വശം ചെരിഞ്ഞിട്ട് അങ്ങനെ പോകുന്നത് കാണാം. തെറ്റായ കാര്യം, പാടില്ല. കാത്തു നിൽക്കണം, ക്ഷമിച്ചു നിൽക്കാം, ആളുകൾ നിസ്കരിച്ച് കഴിയട്ടെ. അപ്പൊ ഇത് പാടില്ല. നിസ്കരിക്കുന്ന ആളുടെ മുന്നിലോട്ട് പോകാൻ പാടില്ല. പക്ഷെ ഒരാൾക്ക് അയാളുടെ മുന്നിലൂടെ പോകുന്ന ആളെ തടയാനുള്ള അവകാശം ഉണ്ടാകുന്നത് എപ്പോഴാണ്? മുന്നിൽ സുത്ര വെച്ചാൽ, ഒരു മറയുണ്ടായാൽ. മുന്നിൽ നമ്മൾ സുത്ര വെക്കുന്നത് നമ്മൾ കാണുന്ന മനുഷ്യന്മാര് പോകാതിരിക്കാൻ മാത്രമല്ല, നമ്മൾ കാണാത്ത ജിന്നുകൾ, ശൈത്താന്മാർ, ഇവർ നമ്മളെ നിസ്കാരം ബാത്തിലാക്കാതിരിക്കാൻ കൂടിയാണ്, അതിനുവേണ്ടി കൂടിയാണ്. അപ്പൊ ആരും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിലും സൂത്ര വെക്കുക, എന്നിട്ട് സൂത്രയോടടുത്ത് നിൽക്കുക. സൂത്രയോടടുത്ത് എന്ന് പറഞ്ഞാൽ വൃത്തിക്ക് സുജൂദ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം വിട്ടിട്ട് നിൽക്കുക. നടുനിവർത്തി സുജൂദ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ മാറി നിൽക്കുക. അധികം അകലരുത്, അധികം അകലാൻ പാടില്ല. എന്നാൽ അധികം അടുത്ത് നിന്നാൽ നമുക്ക് മര്യാദക്ക് സുജൂദ് ചെയ്യാൻ പറ്റൂല. ചില ആളുകളുടെ സുജൂദ്, നിസ്കാരത്തിന്റെ രൂപം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. പല ആളുകളുടെ സുജൂദ് നടു വളഞ്ഞിട്ടാണ്, നട്ടല് വളഞ്ഞിട്ട്. അങ്ങനെ സുജൂദ് ചെയ്യാൻ പാടില്ല. നിവർന്ന് സുജൂദ് ചെയ്യാം. നമ്മുടെ ഇരു തുടകളും വയറും തമ്മിൽ അകന്നിരിക്കണം, ഒട്ടിയിരിക്കാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? കുറച്ച് മുന്നോട്ട് സുജൂദ് ചെയ്യണം. കുറച്ച് മുന്നോട്ട് സുജൂദ് ചെയ്യണമെങ്കിൽ അവിടെ സ്ഥലം വേണമല്ലോ. അപ്പൊ അങ്ങനെ അതിന് കണക്കായി വിട്ട് അതിന് മറ വേണം. മറ എന്നാൽ നമുക്ക് സാധിക്കുമെങ്കിൽ, സാധിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ നമ്മൾ ഈ നിസ്കാരത്തിന്റെ ഈ പള്ളികളുണ്ടാകുന്ന വരയുണ്ടല്ലോ, സഫ് ഒപ്പിക്കാൻ വേണ്ടിയുള്ള വര, അതുപോലെ അല്ലെങ്കിൽ ടവൽ പോലെ ഇങ്ങനത്തെ ഒന്നും പോരാ മറയായിട്ട്. മറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തബൂക്ക് യുദ്ധത്തിൽ റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടു അൻ സൂത്രത്തിൽ മുസല്ലി, നിസ്കരിക്കുന്ന ആളുടെ സൂത്രയെ കുറിച്ച്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മിസ്ല മുഅഖിറത്തിർ റഹൽ, മിസ്ല മുഅഖിറത്തിർ റഹൽ, അഥവാ ഒട്ടകക്കട്ടിലിന്റെ പിൻഭാഗത്തെ ഒട്ടകക്കട്ടിലിന്റെ ഭാഗം പോലെ എന്ന് പറഞ്ഞാൽ അതൊരു ദിറാ, ഒരു മുഴം എങ്കിലും. എന്നാൽ നമ്മുടെ ഈ കൈമുട്ട് തൊട്ട്, നമ്മുടെ കൈമുട്ട് തൊട്ട് കൈയുടെ നടുവിരലിന്റെ മുകൾ വരെ, ഇതാണ് ഒരു ദിറാ എന്ന് പറഞ്ഞാൽ. അത്രയെങ്കിലും പൊക്കമുള്ള വല്ലതും തന്നെ നമ്മുടെ മുന്നിൽ സുത്രയായി ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതാണ്. ഇങ്ങനെ ഒരു റിവായത്ത് വന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലിയസ്തതിറ അഹദുകും ഫിസ്സലാഹ് വലൗ ബിസഹ്മിൻ, ഒരു അമ്പ് കുത്തിവെച്ചിട്ടെങ്കിലും, നേരിയതാണെങ്കിലും ശരി,
അത് ആഴ്ത്തി വെച്ചിട്ടെങ്കിലും നിങ്ങൾ സൂത്ര നിങ്ങൾക്കുണ്ടായിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ദർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, യഖ്തഉ സ്വലാത്തൽ മർഇൽ മുസ്ലിമി ഒരാളുടെ നിസ്കാരം മുറിച്ചു കളയും. അയാളുടെ മുന്നിൽ മുഅഖിറത്തുർ റഹലിന്റെ അത്രയുമുള്ള വല്ലതുമില്ലെങ്കിൽ, മുഅഖിറത്തുർ റഹലിന്റെ അത്രയും പൊക്കമുള്ള വല്ലതും ഇല്ലെങ്കിൽ മുറിച്ചു കളയും അയാളുടെ നിസ്കാരം. അൽ മർഅതു വൽ ഹിമാറു വൽ കൽബുൽ അസ്വദ്. 3 കാര്യങ്ങൾ നിസ്കാരം മുറിച്ചു കളയും. ഇവിടെ മുറിച്ചു കളയും എന്ന് പറഞ്ഞാൽ എന്താണ്? പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ള നിസ്കാരം ബാത്തിലായി പോകുന്നതാണ്. ചില ഭൂരിപക്ഷം ഉലമാക്കളും പറഞ്ഞത് ബാത്തിലായി പോവുകയില്ല, പക്ഷെ അതിന്റെ അജ്ർ പ്രതിഫലം കുറയും. മുറിച്ചു കളയും എന്നാണ് റസൂലുള്ളാഹിന്റെ വാക്ക്. എന്തൊക്കെ മുറിച്ചു കളയും? അൽ മർഅ സ്ത്രീ, വൽ ഹിമാർ കഴുത, വൽ കൽബുൽ അസ്വദ് കറുത്ത പട്ടി. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് കേട്ടപ്പോ, ഒരാള് ഇത് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വിചാരിച്ചു അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ശബ്ബഹ്തുമുനാ ബിൽ കിലാബി വൽ ഹിമാർ, ഞങ്ങളെ കഴുതകളോടും നായ്ക്കളോടാണോ ഉപമിക്കുന്നത്? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോ മുഅ്തരിളത്തായി കിടക്കാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്രോസായി ഞാൻ ഉറങ്ങാറുണ്ട്. റസൂലിന്റെ സുജൂദ് ചെയ്യാൻ നിന്നാൽ എന്നെ ഒന്ന് നുള്ളും, അപ്പൊ ഞാൻ കാല് വിൽക്കും റസൂലിന്റെ സുജൂദ് ചെയ്യും. റസൂലുള്ളാഹിന്റെ നിസ്കാരം മുറിഞ്ഞോ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നിഷേധിച്ചതല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പരിചയമുള്ള ഒരു കാര്യം കൊണ്ട് അവരിതിനെ എതിർക്കാണ്. കാരണം പറയുന്ന ആൾക്ക് തെറ്റി പറ്റിയതായിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയത് അല്ല കാര്യം. കാരണം ഈ ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞത് തന്നെയാണ്. ഇത് മുറിച്ചു കടക്കുന്നതാണ് വിഷയം. അത് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ കിടക്കുകയാണ്. രണ്ടും ഒരുപോലെയല്ല. മുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ കട്ടിൽ, റസൂലുള്ളാഹിന്റെ ചെറിയ വീട്ടിൽ കിടക്കുന്നതും ഇതും ഒരുപോലെയല്ല. മുറിച്ചു കിടക്കുക എന്നുള്ളതും ഒരുപോലെയല്ല. അപ്പൊ ഇത് കെൽബിനോടും ഹിമാറിനോടും സാദൃശ്യപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ കെൽബിനെ പോലെ ഹിമാറിനെ പോലെ അല്ല ഒരിക്കലും ഒരു സ്ത്രീ, ഹാശവാക്കല്ല, ഒരിക്കലുമല്ല. മുസ്ലിമായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിമായ ഒരു പുരുഷന് ആദരവില്ലേ, അവന് ഇക്റാമില്ല, അവന് അള്ളാഹുവിങ്കൽ ഹുർമത്തുണ്ട്. ആ ഹുർമത്ത് മുസ്ലിമായ പെണ്ണിനുണ്ട്. അപ്പോ അവൾ ഒരിക്കലും കെൽബിനെയും ഹിമാറിനെയും പോലെ അല്ല. മറിച്ച് കെൽബും ഹിമാറും നിസ്കാരത്തിൽ ഒരാളുടെ ശ്രദ്ധ തെറ്റിക്കും. കാരണം അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണത്. ഹിമാർ അത് നജസ് അതിലുണ്ടാകുന്ന, കെൽബ് ഹിമാർ പോലെയുള്ളത് അയാളെ പേടിപ്പിക്കുന്ന, അയാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. സ്ത്രീ ആകട്ടെ പുരുഷനെ ആകർഷിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അപ്പൊ രണ്ടും ഒരേ വജ്ഹല്ല. ഈ മൂന്നും ഒരേപോലെയല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മൂന്നും നിസ്കാരം മുറിക്കുമെന്ന് പറഞ്ഞത് മൂന്നും ഒരേ കാരണം, ഒരേപോലെ ആയതുകൊണ്ടല്ല, ഒരേപോലെ ആയതുകൊണ്ട് അല്ല. ചുരുക്കി പറഞ്ഞാൽ സൂത്ര അത് ആവശ്യമാണ്. അത് സൂത്ര ഉണ്ടെങ്കിലാണ് ഒരാൾക്ക് തടയാനുള്ള അവകാശമുള്ളത്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സല്ലല്ലാ അഹദുകും ഇലാ ശൈഇൻ യസ്തുറുഹു മിനൻ നാസ്, നിങ്ങളിൽ ഒരാൾ ആരെങ്കിലും സുത്രയിലേക്ക് നിസ്കരിച്ചാൽ, ഒരു മറ വെച്ച് നിസ്കരിച്ചാൽ, അതാണ് അയാളുടെ സ്ഥലം. അതിനിടയിലൂടെ ഒരാൾക്കും പോകാൻ അവകാശമില്ല. അങ്ങനെ പോയാൽ ആരെങ്കിലും അതിനിടയിലൂടെ കടക്കാൻ നോക്കിയാൽ അയാൾക്ക് മുന്നിലൂടെ അയാളെ തടയണം. ഫൈൻ അബ, ഇനി അയാൾ വിസമ്മതിച്ചാൽ പോയേ പറ്റൂ എന്നാണെങ്കിൽ ഫൽയുഖാതിൽഹു, അവനോട് പോരാടട്ടെ. ഫൈന്നമാ ഹുവ ശൈത്താൻ, അവനാരാണ്? ശൈത്താനാണ്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഇത് പറയാനൊരു കാരണമുണ്ട്. എന്താണ്? അബൂ സഈദുൽ ഖുദ്രി ഒരിക്കൽ പള്ളി നിസ്കരിക്കുമ്പോൾ ഒരാള് കടക്കാൻ നോക്കി. അബൂ സഈദുൽ ഖുദ്രി തടഞ്ഞു. അപ്പൊ ഒരു ചെറുപ്പക്കാരനാണ്, അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വഴിയൊന്നും കാണുന്നില്ല, ഒന്നും കൂടി കടന്നു. അപ്പൊ ശക്തമായൊരു തള്ളു കൊടുത്തു. ഖലീഫന്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു. ആര്? ഈശാബ്. അപ്പൊ ഖലീഫ മർവാൻ വിളിപ്പിച്ചു. എന്താണ് നിങ്ങൾക്കും ഈ ആൾക്കിടയിലുള്ള പ്രശ്നം? അപ്പൊ പറഞ്ഞു. അപ്പൊ ഈ ഹദീസ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെയ്തത് എന്ന് ഖലീഫക്ക് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് അത് മനസ്സിലായി. മർവാൻ ഇബ്നുൽ ഹകം ആയിരുന്നു ആ സമയത്ത് ഖലീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാള് സൂത്ര ഒരു തൂണിന്റെ
രണ്ട് തൂണുകൾക്ക് നടുവിൽ നിസ്കരിക്കാൻ വന്നപ്പോ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പെരടി പിടിച്ചിട്ട് എന്താക്കി, അടുപ്പിച്ച് നിർത്തി, അടുത്ത് നിൽക്കാൻ പറഞ്ഞു. അപ്പൊ അടുത്ത് നിൽക്കണം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ നമുക്ക് സൂത്ര ആവശ്യമില്ല, ഇമാമിന്റെ സൂത്ര എല്ലാവർക്കും സൂത്രയാണ്. അതുകൊണ്ടാണ് ജമാഅത്തായുള്ള നിസ്കാരമാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, സഫുകൾക്കിടയിലൂടെ ആവശ്യമുണ്ടെങ്കിൽ നടക്കാം. ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഇമാമിന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല, പക്ഷെ സഫുകൾക്കിടയിലൂടെ ആവശ്യമുണ്ടെങ്കിൽ നടക്കാം. സഹാബത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പോയിട്ടുണ്ട്. റസൂലും സഹാബത്തും നിസ്കരിച്ചുകൊണ്ടിരിക്കെ ആരും എന്നെ വിലക്കിയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത അങ്ങനെ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും, പള്ളിക്കിടയിലൂടെ പള്ളിയിലൊക്കെ ചിലപ്പോൾ അങ്ങനെ പോകാം. കാരണം ഇമാമിന്റെ സൂത്ര എല്ലാവർക്കും സൂത്രയാണ്. ഇമാമിന്റെ സൂത്രക്കിടയിലൂടെ, ഇമാമിന്റെ മുന്നിലൂടെ, ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ നടക്കാൻ പാടില്ല. അപ്പൊ സൂത്ര നമുക്ക് ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു കഴിഞ്ഞ് ഇമാം സലാം വിട്ട് പിന്നെ നമുക്ക് റക്കാത്ത് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് സൂത്ര അടുത്തുണ്ടെങ്കിൽ കുറച്ചടുത്തേക്ക് മാറി നിൽക്കാവുന്നതാണ്. എന്നാൽ ഒരുപാട് നടക്കുക എന്നുള്ളത് നമ്മളെ പല സഹോദരങ്ങളും ചെയ്യുന്ന കാണാറുണ്ട്. അതിന്റെ ആവശ്യമല്ല. അടുത്താണെങ്കിൽ മാറില്ല, ഒരു 1-2 സ്റ്റെപ്പ് വെച്ചാൽ പറ്റുമെങ്കിൽ മാറി നിന്നാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഉള്ളിടത്ത് നിൽക്കുക. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള അത്യാവശ്യ സന്ദർഭത്തിലൊക്കെ വേണമെങ്കിൽ നമുക്ക് മുന്നുള്ള വരയോ അതൊക്കെ മതിയാവുന്നതാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് മതിയാവുന്നതാണ്. വല്ലാഹു അലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വുദൂ ഉണ്ടെങ്കിൽ നേരെ നിസ്കരിക്കാൻ കയറിക്കോ.